GST നിരക്കുകളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപനം അത് എല്ലാ മേഖലകളിലും വലിയ ആശ്വാസം അത് കൊണ്ടുവന്നുവെന്ന് കാര്യം സംശയമില്ല. കാറുകളുടെ വില കുത്തനെ കുറഞ്ഞ പശ്ചാത്തലമുണ്ട്. അങ്ങനെ നിരവധിയായ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ ഗുണഫലം ഉപഭോക്താക്കളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതാണ് പ്രധാനം. വീട് പണിയുന്നവർക്ക് ഈ GST നിരക്ക് കുറഞ്ഞപ്പോൾ വൻ ലാഭം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നിർമ്മാണ മേഖലയെ എന്നും ആശങ്കയോട് നോക്കിക്കാണുന്ന ഒരു വലിയ വിഭാഗം ജനതയുണ്ട്. നമുക്കറിയാം, സാധാരണക്കാരാണ് വീടുകൾ നിർമ്മിക്കാൻ അവരുടെ ജീവിതത്തിലെ വലിയ സ്വപ്നമാണ് വീട്. ഓരോ നിമിഷവും ഓരോ ദിവസവും ഈ ചിലവുകൾ വല്ലാതെ കുതിച്ചുയർന്ന ഒരു പശ്ചാത്തലം രാജ്യത്തുണ്ടായിരുന്നു. ഇപ്പോൾ കമ്പിക്കായാലും സിമെൻറ്റിനായാലും മണലിനായാലും അടിസ്ഥാനപരമായ എന്ത് കാര്യത്തിനായാലും വിലയുടെ വലിയ വർധനവ് പലപ്പോഴും സാധാരണക്കാരായ പലരുടെയും സ്വപ്നങ്ങൾക്ക് മേൽ വലിയ കൂരമ്പായി പതിച്ചിരുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. സ്വന്തമായി ഒരു കൂര സ്വപ്നം കാണുന്നവർ അസംസ്കൃത വസ്തുക്കളുടെ വില കൂടുന്നതും നികുതി ഭാരവും കാരണം വീട് പണി നീട്ടിവെച്ച ആയിരങ്ങൾക്ക് ആശ്വാസമായിട്ടാണ് അടുത്തിടെ ചരക്ക് സേവന നികുതിയിൽ അതായത് GST നിരക്കുകളുടെ പരിഷ്കരണം വന്നത് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. സിമൻറ്റ്, ഗ്രാനൈറ്റ്, മാർബിൾ തുടങ്ങിയ നിർമ്മാണത്തിനാവശ്യമായ സുപ്രധാന സാമഗ്രികളുടെ വിലയിൽ 10% വരെ ഇളവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാധാരണക്കാരൻ്റെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു, ഇനി വീട് പണിയാൻ ചെലവ് കുറയുമോ? ഈ ഇളവ് നിർമ്മാണ ചെലവിൽ ഒരു നിർണായക സ്വാധീനം ചെലുത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഈ മാറ്റം എത്രത്തോളം പ്രകടമാകും എന്നുള്ളതാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ടുള്ളവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. പ്രത്യേകിച്ച് അപ്പാർട്ട്മെൻറ്റുകളുടെ വിലയിൽ ഇത് എപ്പോൾ പ്രതിഫലിക്കും? നമുക്കറിയാം, ഈ വലിയ വിലക്കുറവൊക്കെ സംഭവിച്ചാൽ പോലും ഫ്ലാറ്റുകളുടെയും മറ്റും വിലയിൽ കാര്യമായ കുറവ് നിർമ്മാതാക്കൾ വരുത്താനുള്ള സാഹചര്യമില്ല. GST ഇളവിൻ്റെ സാധ്യതകളും യാഥാർത്ഥ്യങ്ങളും വിദഗ്ധരുടെ അഭിപ്രായങ്ങളും കണക്കുകളുമെല്ലാം വിശദമായി GST നിരക്കിലെ ഇളവ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് വ്യക്തിഗതമായി വീടുകൾ നിർമ്മിക്കുന്നവർക്കാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. GST ഇളവിൻ്റെ ഗുണങ്ങൾ ഓരോ സാധാരണക്കാരനും വീട് നിർമ്മിക്കുന്ന ഓരോ സാധാരണക്കാരനും ലഭിക്കും എന്ന് തന്നെയാണ് പുതിയ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് സിമൻറ്റ്, അതുപോലെ തന്നെ ടൈൽസ് തുടങ്ങി പല മെറ്റീരിയൽസിനും വില കുറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് മൊത്തത്തിൽ കേരളത്തിലെ നിർമ്മാണ മേഖലയെ സംബന്ധിച്ചിടത്തോളം പെർ സ്ക്വയർ ഫീറ്റിൽ 100 രൂപ മുതൽ അതിന് മുകളിലേക്ക് ആയിട്ട് വില കുറയാനുള്ള സാധ്യതയുണ്ട്. ഇവിടെയാണ് ഏറ്റവും വ്യക്തമായ ലാഭം പ്രകടമാകുന്നത്. വിദഗ്ധരുടെ കണക്കനുസരിച്ച് മൊത്തം നിർമ്മാണ ചെലവിൽ ചതുരശ്ര അടിക്ക് ഏകദേശം 100 രൂപയുടെ കുറവ് വരെ പ്രതീക്ഷിക്കാം. എന്തുകൊണ്ടാണ് ഈ കണക്ക് സാധ്യമാകുന്നത് എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കണം. ഉദാഹരണത്തിന്, സിമെൻറ്റിൻ്റെ വിലയിൽ 40 രൂപയൊക്കെ മാറ്റം വരുമ്പോൾ ഇത് നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ആവർത്തിച്ച് ഗുണകരമാകുന്നുണ്ട്. ഒരു വീടിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന മൊത്തം വസ്തുക്കളുടെ മൂല്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ചെറിയ കുറവ് പോലും മൊത്തത്തിലുള്ള ബില്ലിൽ ശ്രദ്ധേയമായ വ്യത്യാസം വരുത്തും. ഇത് കേവലം കണക്കുകളിലെ വ്യത്യാസം മാത്രമല്ല, ഈ സാമ്പത്തിക ആശ്വാസം വീട് നിർമ്മിക്കാൻ മടിച്ചു കഴിഞ്ഞിരുന്ന ഒരുപാട് പേരെ വീണ്ടും പണി തുടങ്ങാൻ പ്രേരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ മേഖല ചൂണ്ടിക്കാട്ടുന്നത്. നിർമ്മാതാക്കളുടെ കാഴ്ചപ്പാടിൽ ഇത് മൊത്തത്തിലുള്ള നിർമ്മാണ മേഖലയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുമെന്നാണ് വിലയിരുത്തൽ. കാരണം വിപണിയിൽ ഡിമാൻഡ് കൂടുമ്പോൾ കൂടുതൽ പേർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അതുവഴി സിമൻറ്റ്, സ്റ്റീൽ, ടൈൽസ് തുടങ്ങിയ അനുബന്ധ വ്യവസായങ്ങൾക്കും ഊർജം ലഭിക്കുകയും ചെയ്യുന്നു. സ്വന്തമായി വീട് പണിയുന്നവർക്ക് ആശ്വാസം ലഭിക്കുമ്പോഴും കൊച്ചി പോലുള്ള നഗരങ്ങളിൽ പുതിയ ഫ്ലാറ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉടൻ വിലക്കുറവ് പ്രതീക്ഷിക്കാൻ സാധിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ഇപ്പോൾ ഫ്ലാറ്റുകൾ മറ്റുള്ള ഇതിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ GST ഇളവുകളുടെ ഭാഗമായിട്ടുള്ള വിലക്കുറവുകൾ ഉണ്ടാവണമെന്നില്ല. കാരണം പല ഫ്ലാറ്റുകളും ഓൾറെഡി നിർമ്മാണം പകുതിയോ അതിലധികമോ ആയി നിൽക്കുന്നതാണ്. എന്നാൽ ഇൻഡിവിജ്വലായിട്ട് വീടുകൾ നിർമ്മിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ ഗുണകരമാണ്. ഇതിന് ശക്തമായ പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് ഫ്ലാറ്റ് വില നിർണ്ണയത്തിലെ സമവാക്യം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഫ്ലാറ്റിൻ്റെ വില എന്നത് നിർമ്മാണ സാമഗ്രികളുടെ വിലയെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒന്നല്ല. വിപണിയിലെ ഡിമാൻഡ്, പ്രോജക്റ്റ് നിലകൊള്ളുന്ന സ്ഥലത്തിൻ്റെ മൂല്യം, അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു ബിൽഡറെ സംബന്ധിച്ചിടത്തോളം ഫ്ലാറ്റിൻ്റെ മൊത്തം ചിലവിൽ നിർമ്മാണ സാമഗ്രികളുടെ വിഹിതം ഒരു നിശ്ചിത ശതമാനം മാത്രമാണ്. മറ്റൊന്ന് മുൻ നിക്ഷേപമാണ്. ഏറ്റവും പ്രധാനമായി നിർമ്മാണം ഏതാണ്ട് പൂർത്തിയാക്കിയതോ അല്ലെങ്കിൽ പകുതിയിലധികം പൂർത്തിയായതോ ആയ പ്രോജക്റ്റുകളുടെ കാര്യത്തിൽ നിർമ്മാണ സാമഗ്രികൾ വാങ്ങിയ വിലയോ അല്ലെങ്കിൽ അക്കാലത്തെ GST നിരക്കോ അടിസ്ഥാനമാക്കിയായിരിക്കും ബിൽഡർമാർ അവർ കണക്കുകൂട്ടലുകൾ നടത്തുക. പെട്ടെന്ന് വില കുറച്ചാൽ വലിയ സാമ്പത്തിക നഷ്ടം ബിൽഡർമാർക്ക് സംഭവിക്കും, സംശയമില്ല. അതുകൊണ്ട് GST ഇളവിൻ്റെ ഫലം പ്രതിഫലിക്കണമെന്നെങ്കിൽ പുതിയ പ്രോജക്റ്റുകൾ വരുമ്പോഴോ അല്ലെങ്കിൽ നിലവിലെ പ്രോജക്റ്റുകളുടെ അവസാന ഘട്ടത്തിൽ പോലും കുറഞ്ഞ ചിലവിൽ വാങ്ങിയ സാമഗ്രികൾ ഉപയോഗിക്കുമ്പോൾ മാത്രമേ നേരിയ വിലക്കുറവിനുള്ള സാധ്യതകൾ ഉരുത്തിരിഞ്ഞ് വരുന്നുള്ളൂ. എങ്കിലും
വിപണിയിലെ ശക്തമായ ഡിമാൻഡ് കാരണം ഈ കുറവ് ഉപഭോക്താക്കളിലേക്ക് എത്തണമെന്നില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ GST മാറ്റം ഒരു ചെറിയ ചലനമായി കണക്കാക്കാതെ വിപണിയിലെ ഒരു പുതിയ തന്ത്രമായി കാണുന്നതാണ് ഏറ്റവും ഉചിതം. വീടുകൾ പണിയുന്നവർക്ക് ഉള്ള ഒരു തന്ത്രം അത് പ്രധാനമാണ്. GST കുറയുമ്പോൾ വീട് പണിയുന്നവർക്ക് ഇതൊരു ടൈമിംഗ് ആയി ഉപയോഗിക്കാം. നിർമ്മാണ വസ്തുക്കളുടെ വില കുറയുമ്പോൾ ബാക്കിയുള്ള പണം ഇൻറ്റീരിയർ ഡിസൈനിങ്ങിനോ അല്ലെങ്കിൽ കൂടുതൽ മികച്ച നിലവാരമുള്ള ഫിനിഷിംഗ് മെറ്റീരിയലുകൾക്കോ ഉപയോഗിക്കാൻ സാധിക്കും. ഇത് വീടിൻ്റെ ദീർഘകാല മൂല്യം വർദ്ധിപ്പിക്കും. ചില ബിൽഡർമാർ പുതിയ പ്രോജക്റ്റുകളിൽ GST ലാഭം ഒരു മാർക്കറ്റിംഗ് ടൂളായി ഉപയോഗിക്കാനുള്ള സാധ്യതകൾ കൂടി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പുതിയ GST നിരക്കുകൾ അനുസരിച്ച് ഞങ്ങളുടെ ഫ്ലാറ്റുകൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കാം എന്ന രീതിയിലുള്ള പരസ്യങ്ങൾ ഭാവിയിൽ കണ്ടേക്കാം. GST നിരക്ക് കുറഞ്ഞത് നിർമ്മാണ മേഖലയ്ക്ക് തീർച്ചയായും ശുഭകരമായ ഒരു വാർത്തയാണ്, സംശയമില്ല. ഇത് വ്യക്തിഗത വീടുകൾക്ക് താങ്ങാനാകാവുന്ന വിലയിൽ ഒരു ചെറിയ വിടവ് സ്വാഭാവികമായും നൽകും എന്നതിൽ സംശയമില്ല. ഇത് കൂടുതൽ ആളുകളെ സ്വന്തമായി വീട് നിർമ്മിക്കാൻ പ്രേരിപ്പിക്കും. എങ്കിലും ഒരു കാര്യം കൂടി ഓർക്കണം, ഈ ഇളവ് ഒരു വിപ്ലവമാകില്ല, മറിച്ച് ഒരു പരിഷ്കരണം മാത്രമായിരിക്കും. നിർമ്മാണ സാമഗ്രികളുടെ ഉയർന്ന വിലയും അതുപോലെ തന്നെ ഭൂമിയുടെ ഉയർന്ന വിലയുമായിരുന്നു കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നിർമ്മാണ മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു പ്രതിസന്ധി. GST ഇളവുകൾ വരുന്നതോട് കൂടിയിട്ട് നമ്മൾക്ക് പല നിർമ്മാണ വസ്തുക്കളിലും വലിയ തോതിലുള്ള വിലക്കുറവുണ്ടായിരിക്കും. അപ്പോൾ ഈ വിലക്കുറവിനെ കൃത്യമായി പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ, കൃത്യമായ പ്ലാനിങ്ങും ഉണ്ടായിക്കഴിഞ്ഞാൽ വീടുകളുടെ നിർമ്മാണത്തിൽ വലിയ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഭൂമി വില കേരളത്തിൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭൂമി വില കുറഞ്ഞതോടുകൂടി ധാരാളം പേര് വീട് വയ്ക്കാനായിട്ട് സ്ഥലം വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രയോജനകരമാണ്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള GST ഇളവുകൾ ഒരുപക്ഷെ ഏറ്റവും അധികം ഗുണം ചെയ്യുക കേരളത്തിലുള്ള സാധാരണക്കാർക്കായിരിക്കും. കാരണം കേരളത്തിലാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ഇൻഡിവിജ്വലായിട്ടുള്ള വീടുകളുടെ നിർമ്മാണം നടക്കുന്നത്. ഫ്ലാറ്റ് വിപണിയിലെ മാറ്റങ്ങൾ വൈകുകയും ഭൂമിയുടെ വില ഒരു സ്ഥിരം യാഥാർത്ഥ്യമായി നിലനിൽക്കുകയും ചെയ്യുന്നിടത്തോളം വീട് പണിയുടെ മൊത്തം കണക്കിൽ നമ്മൾ കാണുന്ന ലാഭം ആഗ്രഹിക്കുന്നത്ര വലുതായിരിക്കില്ല. സ്വന്തമായി വീട് പണിയുന്നവർക്ക് ഇതൊരു നല്ല സമയമാണ്, സംശയമില്ല. എന്നാൽ ഫ്ലാറ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് പുതിയ പ്രോജക്റ്റുകൾ വിപണിയിൽ എത്തുന്നതുവരെ കാത്തിരിക്കുന്നതിലൂടെ യഥാർത്ഥ വിലക്കുറവ് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. കാത്തിരിപ്പ്, വിവരങ്ങൾ ശേഖരിക്കൽ, കൃത്യമായ ബഡ്ജറ്റ് ആസൂത്രണം എന്നിവയിലൂടെ ഈ GST ഇളവിൻ്റെ ഗുണം പരമാവധി പ്രയോജനപ്പെടുത്താം. അതാണ് ഉപഭോക്താക്കൾക്ക് അല്ലെങ്കിൽ വീട് പണിയുന്നവർക്ക് നൽകാനുള്ള ഒരു സന്ദേശം. പക്ഷേ ഇതൊക്കെ വിപണിയിൽ പ്രതിഫലിക്കണം. നിർമ്മാണ മേഖലയടക്കമുള്ള സാമഗ്രികൾക്ക് കച്ചവടക്കാർ വില കുറയ്ക്കണം. ഒപ്പം ഫ്ലാറ്റുകളുമായി ബന്ധപ്പെട്ട് അവിടെ കൃത്യമായ ഇടപെടലുകൾ, നിരീക്ഷണങ്ങൾ നമ്മുടെ സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും വേണം. എങ്കിൽ മാത്രമേ കൃത്യമായി നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഇത്തരം വിലക്കുറവുകളുടെ ഗുണഫലങ്ങൾ ലഭിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല.